അങ്ങനെ നമ്മുടെ ഓണം അങ്ങ് എത്താറായി. അധികം ദിവസമൊന്നുമില്ല, കുറച്ച് ദിവസമായിട്ട് കരുതിയതാണ് ചുറ്റും വൃത്തിയാക്കണമെന്ന്. പൊതുവായി ഞാൻ അങ്ങ് അവതരിപ്പിച്ചപ്പോൾ ഒട്ടും മടിക്കാത്ത എല്ലാവരും അതിനായി ഇറങ്ങി തിരിച്ചു. അപ്പാർട്ട്മെൻറ്റിലെ എല്ലാ പുരുഷ കേസരികളും ഒന്നിച്ചങ്ങ് ഇറങ്ങി. എല്ലാവരും ഒന്നിനോടും ഒന്നും മെച്ചവും മത്സരവുമായിരുന്നു കേട്ടോ. സൺഡേ ആയതുകൊണ്ട് സ്പെഷ്യലിന് ഒരു കുറവും വരുത്തിയില്ലേ. ബീഫ് വരട്ടിയതും പൊറാട്ടയും നെയ്ച്ചോറും. ഈ വൃത്തിയാക്കലിന് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുത്തത് പുരുഷന്മാർക്കായിരുന്നു കേട്ടോ. അവർ അവരുടെ ജോലി ഭംഗിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞങ്ങൾ പെണ്ണുങ്ങൾ പോലും ഇത്രയും ഡെഡിക്കേഷനിൽ ഒരു പണിയും ചെയ്യില്ല. ഒരു കുഞ്ഞു ചെടി പോലും ബാക്കി നിർത്താതെ ഒന്നൊന്നായി പറിച്ച് ആവശ്യമുള്ള ചെടികൾ മാത്രം നിർത്തി ബാക്കിയെല്ലാം നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തു കേട്ടോ. അതിനിടയിൽ ഒരു ബ്രേക്കൊക്കെ എടുത്ത് പൊറോട്ടയും ബീഫ് വരട്ടിയും ഇതൊക്കെ എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ എൻ്റെ സ്പെഷ്യൽ ഡിഷൊക്കെ ചേർത്ത് ഒരു സ്പെഷ്യൽ ഡിഷാണ് ബീഫ് വരട്ടി എന്ന് പറയുന്നത്. കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ചും കളിച്ചൊക്കെ നിന്നു. അത് വീണ്ടും അവരുടെ പണി ആരംഭിച്ചു കേട്ടോ. എന്തായാലും ഈ ഓണം നല്ലോണം കളറാക്കണം എന്നാണ് വിചാരിക്കുന്നത്. അതിനിടയിൽ ഒരു മോഹൻലാലൊക്കെ എഴുന്നള്ളി കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. കുറേ ഓലയും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൂട്ടിയിട്ട് കത്തിക്കാനായിട്ട്. അപ്പം ഈ ചേട്ടന്മാരെല്ലാവരും കൂടെ അതും അതോടൊപ്പം തന്നെ ചെയ്തു. കുറച്ച് നേരം ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു, അവിടെ കാട് പിടിച്ച് കിടപ്പുണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. കഴിഞ്ഞ ദിവസമാണ് പറമ്പിൽ തേങ്ങ ഇട്ടത്. അപ്പോൾ അതിൻ്റെ കുഞ്ഞു തേങ്ങകളുണ്ടായിരുന്നു. അത് വാക്കത്തി വെച്ച് പൊട്ടിച്ചപ്പോൾ അതിനകത്ത് തേങ്ങ ഉണ്ടായിരുന്നു. ഞാൻ പോയി കുറച്ച് ശർക്കരയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞങ്ങൾ ശർക്കരയും തേങ്ങയും കൂട്ടി കുറേ നേരം അതും തിന്നുകൊണ്ടിരുന്നു. അതിനിടയിൽ ചെറിയ ചെറിയ തമാശകളും രസകരമായ വർത്തമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലീനിങ് പരിപാടികളൊക്കെ തീർന്നു കേട്ടോ. ഇനി ഞങ്ങൾ നേരെ പോയി ഒന്ന് കുളിക്കണം. പുറകിൽ ചോല ഉള്ളതുകൊണ്ട് അത് ഭയങ്കര റിഫ്രഷ്മെൻ്റാണ്. ഈ വാവ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും കുഞ്ഞു വാവയാണ്. 3 മാസം കണ്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പം കുഞ്ഞുങ്ങൾക്ക് കുളിക്കാനായിട്ട് എല്ലാവരും കൂടെ അണ നമ്മൾ കല്ലൊക്കെ വെച്ച് അണ കെട്ടൂലേ, അതുപോലെ കെട്ടിക്കൊടുക്കുകയാണ്. വെള്ളം അവിടെ സ്റ്റക്കായി നിൽക്കാൻ വേണ്ടിയിട്ട് അവർക്കൊന്ന് കുളിക്കാനായിട്ട്. അതിന് കുറേ നേരം ഞങ്ങൾ വെള്ളത്തിൽ കളിച്ചു, കുറേ നീന്തി, അങ്ങനെ കുറേ പരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷം കിടക്കുന്ന ഒരു പാമ്പ്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ മൂഡ് പോയി. പിന്നെ വേഗം എല്ലാവരും കയറി. അപ്പോൾ നമ്മുടെ വീഡിയോ പാർട്ട് 2 വരുന്നുണ്ട്. അപ്പോൾ ബൈ ബൈ.